കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ അവസാന സംഘം ഇന്ന് പുറപ്പെടും. കൊച്ചിയിൽ നിന്ന് രാത്രി 8:20-നാണ് വിമാനം. ജുമാ ദിവസമായ ഇന്ന് 1,00,000-ലേറെ ഇന്ത്യൻ ഹാജിമാർ ഹറമിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കും. കനത്ത ചൂടിന്റെ സാഹചര്യത്തിൽ മക്ക ഹറമിൽ ജുമയും നമസ്കാരവും 15 മിനിറ്റാക്കി കുറച്ചിട്ടുണ്ട്. ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയാണ് ഇന്ന്. 1,15,000 ഇന്ത്യൻ ഹാജിമാരിപ്പോൾ മക്കയിലുണ്ട്. മക്കയിലെ ഹറമിൽ ഇന്ന് ജുമാ നമസ്കാരവും പ്രാർത്ഥനയും 12 മിനിറ്റ് മാത്രമാണ്. കനത്ത ചൂട് പരിഗണിച്ചാണ് തീരുമാനം. ഇന്ത്യൻ ഹജ്ജ് മിഷന് കീഴിൽ ഹാജിമാർ പുലർച്ചെ മുതൽ തന്നെ പള്ളിയിലേക്ക് നീങ്ങുകയാണ്. ശക്തമായ ചൂടുള്ളതിനാൽ നേരത്തെ ഹറമിലെത്താനാണ് ഹാജിമാർക്ക് നിർദ്ദേശം. മുമ്പത്തെ കാലത്തെ അപേക്ഷനേക്കാളും പള്ളിയിലൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്നുണ്ടെങ്കിലും പക്ഷേ ഇപ്പോഴൊക്കെ നേരത്തെ തന്നെ പള്ളിയിലകത്ത് സ്ഥലം കിട്ടുകയുള്ളൂ. പൊതുവെ ഹറമിന് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് പോകുന്നിടത്തുനിന്നൊക്കെയുള്ള ഹറമിലേക്ക് എത്താനുള്ള ബസ്സുകളൊക്കെ നേരത്തെ അവർ നിർത്തും. 7 മണിക്ക് മുമ്പ് തന്നെ ബസ്സുകളൊക്കെ നിർത്തും ഇവിടുന്ന്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ പള്ളിയിലേക്കാനുള്ള പോകാനുള്ള പുറപ്പാടിലും കുളിച്ച് റെഡിയായിട്ടൊക്കെ ഇരിക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള അവസാന സംഘം ഹാജിമാർ ഇന്ന് വൈകിട്ട് കൊച്ചിയിൽ നിന്ന് പുറപ്പെടും. രാത്രി 8:20-നാണ് 280 തീർത്ഥാടകരടങ്ങുന്ന സംഘം പുറപ്പെടുക. ഇതോടെ മുഴുവൻ മലയാളി ഹാജിമാരും മക്കയിലെത്തും. അവസാന ഇന്ത്യൻ സംഘം നാളെയാണ് എത്തുക. ഹജ്ജിന് പുറപ്പെടാനുള്ള ഒരുക്കങ്ങളിലാണ് ഹാജിമാർ. ഇവർക്കുള്ള നിർദ്ദേശങ്ങൾ ബിൽഡിങ്ങുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന ഹജ്ജ് ഇൻസ്പെക്ടർമാർ നൽകുന്നുണ്ട്. ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ചൊവ്വാഴ്ച രാത്രിയോടെ ഹാജിമാർ മിനായിലേക്ക് പുറപ്പെടും. ബുധനാഴ്ചയാണ് ഹജ്ജിന് തുടക്കമാവുക. മക്കയിൽ നിന്നും സാബിത് സലീം, മീഡിയ 1.